ചിലർക്കൊക്കെ വെണ്ടക്ക കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനിപ്പോൾ തോരൻ വെച്ചാലും സാമ്പാറിലിട്ടാലും വെണ്ടക്ക മാത്രമായിട്ട് എടുത്തു കളയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഫാൻ ആവുന്ന ഒരു അടിപൊളി ഐറ്റവും കൊണ്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ വെണ്ടക്ക ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 കിലോ വെണ്ടക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അധികം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, ഈ ഒരു വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തോളൂ. ഇനി കടായി എടുത്ത് അടുപ്പിൽ വെക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെണ്ടക്ക ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് വാട്ടിയെടുക്കുന്നതിന് മുന്നേ ഒരല്പം ഉപ്പും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെണ്ടക്കയൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്ക് കടായിൽ നിന്ന് എടുക്കാം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വെണ്ടക്കയ്ക്ക് ഇതുപോലെ കടായിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യമേ തന്നെ ജീരകം ഇട്ട് കൊടുത്തു. ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. ജീരകം ഇട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സവാള കൂടി ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി ഈ ഒരു പാകത്തിലായി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. തക്കാളിയും ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനിയിപ്പോൾ പൊടികൾ ചേർക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് ഞാനിതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവേ. തക്കാളിയും സവാളയൊക്കെ ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് വേണേൽ ചേർക്കാനായിട്ട്. ഇപ്പോൾ തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്തോളൂ. തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചേക്കുന്ന വെണ്ടക്ക കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഒരു ലോ ഫയറിലിട്ട് കുറുക്കിയെടുത്താൽ മതിയേ. ഇപ്പോൾ ഒരല്പസമയം കഴിയുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി നന്നായിട്ട് കുറുകി ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. വെണ്ടയ്ക്കൊക്കെ തീരെ ഇഷ്ടമില്ലാത്തവർ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങ് കഴിച്ചോളും. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിയിലക്ക് പകരമായിട്ട് കറിവേപ്പിലയാലും ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.